ഉപേനി. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെറുതായി ചെവിക്ക് പിടിക്കുമായിരുന്നു. ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യൻ. അതിന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണ്. കാരണം ഈ 19-ാം നൂറ്റാണ്ട് അറിയാം, ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ് 10-500-600 ആർട്ടിസ്റ്റ് 10-50 കുതിര ആർട്ടിസ്റ്റുകളെല്ലാം അതിൻ്റെയൊക്കെ പുറത്തിരുത്തി കറക്റ്റായിട്ട് ഒക്കെ റെഡിയാകുമ്പോഴാണ് ഞാൻ ഷോർട്ട് ആക്ഷൻ പറഞ്ഞ തൊട്ടുമ്പോൾ ഒരാൾ കൈ പൊക്കിക്കൊണ്ടിരുന്നു. സാർ ആക്ഷൻ പറയില്ല. ഞാൻ നോക്കുമ്പോൾ സാർ അത് 9ാമത്തെ റോയിൽ നിൽക്കുന്ന പെങ്കൊച്ചിൻ്റെ സാറിന് അതിൻ്റെ ഷോൾഡറിൽ എന്തോ ഇരിപ്പുണ്ട്. ആ രീതിയിലുള്ള അല്ലെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. അത് കാണത്തില്ല. അല്ല അത് സാർ പ്രശ്നമാണ് സാർ. ഞാൻ പറയാം. അപ്പം ഞാൻ വൈകി കൂടെ വിളിച്ചു പറയും, ആ 8ാമത്തെ റോയിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ തോളത്ത് എന്തുകൊണ്ട് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ആക്ഷൻ പറയും. എന്നാലേ പുള്ളിക്ക് സംതൃപ്തിയാകത്തുള്ളൂ. ആ ഒരു സംഭവം ഇന്നത്തെ പ്രസംഗത്തിലും കണ്ടെനിക്ക്. അങ്ങനെ നിങ്ങളൊക്കെ ഈ ഉപേനിക്ക് നൽകിയ ഇന്ന് ഇവിടെ നൽകിയ ഈ സന്തോഷമുണ്ടല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൊടുത്ത ഈ ഒരു അനുഗ്രഹം, അയാളുടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴുണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ നന്മകളും നേരുന്നു. പുതിയ ഒത്തിരി ആൾക്കാരുണ്ട്. ഉപേനി ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ട് അതിൻ്റെ ഒത്തിരി അനുഭവമുള്ള ആളാണ് ഞാൻ. ഉപേനിയെ പോലുള്ള ചെറുപ്പക്കാർക്ക് വീണ്ടും ആശംസകൾ നേരുന്നു. ഈ നിൽക്കുന്ന ഈ ക്യാമറയുമായിട്ടൊക്കെ ഓൺലൈനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ ഒരു ഫിലിം മേക്കറോ ആക്ടറോ ആണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു നിങ്ങളുടെ ഉദ്ദേശം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ടൈറ്റിൽ ലോഞ്ച് നിർവഹിക്കുക.